ഫാമിലിമാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കിയ സോൾ 2020 ഇലക്ട്രിക് കാറാണ്. ഇലക്ട്രിക് കാറ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഫുള്ളി ഇലക്ട്രിക് കാറാണ്. അപ്പം നമുക്ക് ഇപ്പം റിവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ലിമിറ്റഡ് എഡിഷനാണ്. ഇപ്പോൾ 2 വെർഷനിലാണ് കിയ സോൾ ഇറക്കുന്നത്, പ്രീമിയവും ലിമിറ്റഡ് എഡിഷനും. അപ്പോൾ ലിമിറ്റഡ് എഡിഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 64 കിലോവാട്ട് ബാറ്ററിയാണ്. അത് നേരെ പ്രീമിയത്തിൽ പോകുമ്പോൾ അത് 39 കിലോവാട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഇത് തമ്മിൽ റേഞ്ചിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 383 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പം പ്രീമിയത്തിൽ അത് 248 കിലോമീറ്ററാണ് ആ ഒരു റേഞ്ച് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കയറാം. നമുക്ക് നേരെ വണ്ടി ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതാണ് 2020 കിയ സോൾ ലിമിറ്റഡ് എഡിഷൻ. അപ്പോൾ ഇതിൻ്റെ മോഡൽ കഴിഞ്ഞ വർഷത്തേക്കാളും പുതിയതാക്കിയാണ് ഇവർ ഇറക്കിയത്. അപ്പോൾ ഈ മോഡലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പലർക്കും ഇഷ്ടപ്പെടാത്തതും ഇതിൻ്റെ ഒരു മോഡൽ ലുക്കാണ്. ഇതൊരു ബോക്സ് ലുക്കാണ് ഈ വണ്ടി. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ്. ഒരു 4 ലൈറ്റ്സ് വരുന്നുണ്ട്, LED ആണ്. പിന്നെ ഫോഗ് ലാമ്പ്. പിന്നെ ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു ഷോ പീസ് മാത്രമാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ലൈറ്റ് കത്തുകയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം 2 മോഡലിലും വരുന്നത് 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഷീൽഡ് നമുക്ക് വേണമെങ്കിൽ ഇളക്കി മാറ്റാം. ഇത് നമുക്ക് കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വിൻഡിനെ ഒന്ന് തഴുകി ഇങ്ങനെ വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീൽഡാണ്. ഇത് വേണം നമുക്കിത് ഇളക്കി മാറ്റാം. ഇളക്കി മാറ്റം എന്ന് പറഞ്ഞാൽ താഴെ അലോയ് വീൽ വരും. നമുക്ക് ഇതാണ് അലോയ് വീൽ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് റഡാർ എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പിലുള്ള വണ്ടിയായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയും കൊളീഷൻ കൺട്രോൾ ചെയ്യുന്ന ഒരു റഡാറാണിത്. പിന്നെ ഇത് ചാർജിങ് പോയിൻറ്റ്, അതായത് ഞാൻ പറഞ്ഞില്ല ഇത് ഫുള്ളി ഇലക്ട്രിക് കാറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ DC ചാർജർ. ഇത് 75 കിലോവാട്ട് വരെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 100 കിലോവാട്ട് വരെ ഒരു ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇതൊരു 75 വരെ അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ഈ കാർ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വൈപ്പർ എയറോബ്ലേഡ് വൈപ്പറാണ് വരുന്നത്. റെയിൻ സെൻസറുമാണ് വൈപ്പർ. അപ്പോൾ ഇത് രണ്ടും ലിമിറ്റഡിനുണ്ട്, പക്ഷേ പ്രീമിയത്തിന് ഇത് രണ്ടും വരുന്നില്ല. അതൊരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് വണ്ടി എടുക്കാൻ പോകുന്നവർ. പിന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് വരുന്നതും LED തന്നെയാണ് വരുന്നത്. ഇവിടെയാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടെയിൽ ലാമ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നൈറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. ഇതൊരു നമ്മുടെ ഒരു ബ്രാക്കറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും. ഈ ടെയിൽ ലാമ്പ് വരുന്നത് ശരിക്കും ഭയങ്കര വിസിബിളാണ് ഇതിൻ്റെ ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ സൈലൻസറൊന്നുമില്ല, ഫുള്ളി ഇലക്ട്രിക്കാണ്. അപ്പം ഒരു സൈലൻസറും ഇല്ല. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിന് ഏറ്റവും ഭയങ്കര ബെസ്റ്റ് വണ്ടികളാണ് ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും ഇല്ല. അപ്പം എന്തുകൊണ്ടും ഞാൻ ഹൈലി പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാറുകളാണ്. ഓക്കെ, നമ്മളിപ്പം ഡ്രൈവർ സൈഡ് ഡോർ തുറന്ന് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ഒരു ലെതർ പാഡ് വരുന്നുണ്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള സ്വിച്ചുകൾ നമ്മുടെ വിൻഡോസ് സ്വിച്ചും വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചും പിന്നെ നമ്മുടെ വണ്ടിയുടെ ലോക്ക് സ്വിച്ചും പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റുമാണ് വരുന്നത്. പിന്നെ ഇവിടെ 2 സ്പീക്കർ വരുന്നുണ്ട്. സ്പീക്കർ എന്ന് പറയുന്നത് ഹാർമൻ കാർഡിൻ്റെ സ്പീക്കറാണ് ലിമിറ്റഡിൽ വരുന്നത്. മറ്റേതിൽ പ്രീമിയത്തിൽ അത് വരുന്നില്ല. പിന്നെ ഇവിടെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് അത്യാവശ്യം. പിന്നെ ഒരു സിൽവർ ക്രോം നമ്മുടെ ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന സ്വിച്ചുകളെന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇലുമിനേഷൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ്. കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇത് ലെയിൻ അസിസ്റ്റൻ്റ് സ്വിച്ച്. ഇത് പിന്നെ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് സെൻസറാണ്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. നമ്മുടെ മിററിൽ കാണാൻ പറ്റും, അപ്പുറത്ത് വണ്ടി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് വരുന്നത് ഹുഡെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഹുഡ് ഇങ്ങനെ പൊങ്ങി വരും. ആ ഹുഡിനകത്ത് നമുക്ക് നാവിഗേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ്റെ ഡയറക്ഷൻ കാണിക്കും. പിന്നെ വണ്ടിയുടെ സ്പീഡ് അതും കാണിച്ചു തരും. അതാണ് ആ സ്വിച്ച് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ട്രാക്ഷൻ കൺട്രോളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്രൂസ് കൺട്രോളിൽ വരുന്ന സ്വിച്ചുകളെന്ന് പറയുന്നത് നമ്മുടെ മെനുവിൻ്റെ സ്വിച്ചുകളാണ്. മെനുവിൻ്റെ സ്വിച്ച് എന്ന് പറയുമ്പം നമുക്ക് ഇതിലാണ് നമ്മൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓട്ടോ പൈലറ്റും ഒക്കെ വരുന്നത്. പിന്നെ നാവിഗേഷൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ എന്നെ തിരികെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനാണ്. ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 10.25 ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് വരുന്നത്. പണ്ടത്തെ നേരത്തേക്കുള്ള സോളിൻ്റെ സ്ക്രീൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം
നീറോയുടെ ആണെങ്കിലും ഹുണ്ടായിയുടെ കോനയുടെ ആണെങ്കിലും സ്ക്രീനൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ അത് ഒരു സുഖമില്ല. അപ്പോൾ ഇപ്പം ടെസ്ലയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുള്ള് സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇച്ചിരെങ്കിലും വലിപ്പമില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല, കാലം മാറുമല്ലോ. അപ്പോൾ നമുക്ക് വലിയ സ്ക്രീനൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്. ഇത് തന്നെ പക്ഷേ നമുക്കൊരു 3 സ്ക്രീൻ ആക്കാം. 3 സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാവിഗേഷനും ഇവിടെ റേഡിയോ മീഡിയയുടെ ഓപ്ഷനൊക്കെ വരും. പിന്നെ ഇവിടെ നമ്മുടെ വെതർ, ഇത് ഫുൾ ടൈം ഇത് നമുക്കിത് ഓൺലൈനാണ് വണ്ടി. അപ്പോൾ നമുക്കിവിടെ വെതർ അപ്ഡേറ്റ് വരും, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതൊക്കെ വരും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നാവിഗേഷനൊക്കെ നല്ല ഇതാണ്. ഇപ്പം നമുക്കിപ്പം ഗോ ഹോമും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാവിഗേഷൻ ഫുൾ സ്ക്രീനായിട്ട് വരും. അത് തന്നെ നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒരു വിൻഡോ ഇത് വരും. നമുക്കിവിടെ ഒരു സ്ക്രീൻ ഇവിടെ വരും. ഇതിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരും. മാപ്പിൽ നമ്മളെങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ ഇത് AC ഇട്ടേക്കുന്നത്, ഇതേതാണ് ഇട്ടേക്കുന്ന മോഡ്, അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ വരും. വെതർ, അങ്ങനെ ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഇത്ര നമ്മുടെ അനലൈസ് എടുക്കാൻ പറ്റും. ആക്സലറേഷൻ എത്രയായിരുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും. ആൾട്ടിറ്റ്യൂഡും ക്ലോക്കും ഡിജിറ്റൽ അനലോഗ് ക്ലോക്കും എല്ലാം നമുക്കിവിടെ കിട്ടും. പിന്നെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് ബാറ്ററിയുടെ ലെവൽ 83% ആണ്. ഇപ്പം റേഞ്ച് കാണിക്കുന്നത് 358 ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിന് നല്ല റേഞ്ചുള്ള വണ്ടിയാണ്. അപ്പം ഇത് ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 462 വരെ നമുക്ക് റേഞ്ച് കിട്ടും. നല്ല റേഞ്ചാണ്. കമ്പനി പറയുന്നത് 383 ആണെങ്കിൽ പോലും നമുക്ക് ഒരു 462 ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ നമുക്കിവിടെ അടുത്തെവിടെയാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസ്, അതെല്ലാം ഇവിടെ കാണിച്ചു തരും. നമുക്ക് നിയർ കറണ്ട് ലൊക്കേഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും മാപ്പ് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാപ്പിൽ പോകുന്ന വഴിക്കുള്ള റൂട്ടുകൾ കാണിക്കും. പിന്നെ നമുക്ക് റൂട്ട് കാൽക്കുലേറ്റ് കണ്ടു ഇവിടെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നു. നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഇട്ടേക്കുന്ന അവിടെ പോകുന്ന വഴിക്കൊരു 8.4 കിലോമീറ്റർ കഴിയുമ്പം അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരു നല്ല ഒരു ഇതാണ്. നമുക്കിപ്പോൾ ആഡ് വേ പോയിൻ്റ് കൊടുക്കാം. ഇപ്പോൾ സ്ക്രീൻ ഇങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് സൗണ്ട് മൂഡ് ലാമ്പ്, അതായത് നമുക്ക് ഈ സൗണ്ടിനനുസരിച്ച് ഇതിനകത്ത് ലൈറ്റുകൾ ചേഞ്ച് ആവും വണ്ടിയിൽ. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏതെങ്കിലും ലൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് അനുസരിച്ച് മൂഡിനനുസരിച്ചുള്ള ലൈറ്റ് ചേഞ്ച് ചെയ്യാം. മ്യൂസിക്കിനനുസരിച്ച് ഗ്ലോ ഓൺലി ആണെങ്കിൽ ഗ്ലോ ഓൺലി, കളർ തീം ആണെന്നുണ്ടെങ്കിൽ കളർ തീം, അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ എയർ കൺട്രോളിൻ്റെ സ്വിച്ചും, പിന്നെ ഇത് EV സ്വിച്ച്. നമുക്ക് EV നമ്മുടെ എത്ര ചാർജ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഈ ഉള്ള ചാർജ് കൊണ്ട് എത്ര റേഡിയേഷൻ നമുക്ക് പോകാൻ പറ്റും, അതാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇത്രയും റേഡിയസ് നമുക്ക് ഈ ഉള്ള ചാർജ് 358 കിലോമീറ്റർ റേഡിയസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് അത്രയും ദൂരം പോകാൻ പറ്റും. അതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ AC ചാർജ്, അതായത് 120 വോൾട്ടിൽ 10 അവറും 20 മിനിറ്റ്സുമാണ് ബാലൻസ് 17% കയറാൻ വേണ്ടിയിട്ട്. അത് നേരെ 240 വോൾട്ടിൽ വരുമ്പോഴത്തേക്ക് 2 അവറും 10 മിനിറ്റ്സും വരും. അത് നേരെ DC ചാർജിൽ പോകുമ്പോൾ 45 മിനിറ്റ്സ് കൊണ്ട് ബാക്കി 17 മിനിറ്റ്സ് കയറും. അതായത് 100% പറയുമ്പം 432 കിലോമീറ്റർ. ഞാൻ ഓടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ റാഷായിട്ട് ഓടിക്കുന്നതുകൊണ്ട് അത്രയും റേഞ്ച് കുറവാണ് വരുന്നത്. ഇപ്പം ലേഡീസോ അല്ലെങ്കിൽ നല്ലപോലെ ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 462 വരെ നമുക്ക് റേഞ്ച് വരും. അതിൽ കൂടുതലും പോകുന്നവരുണ്ട്. ഇവിടെ ഒരു കിയയുടെയൊക്കെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ 500 ഒക്കെ റേഞ്ച് കിട്ടുന്ന ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ വരുമ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഇതൊരു മൊബൈൽ വയർലെസ് ചാർജ് ഇതാണ്. നമുക്കിപ്പം മൊബൈൽ കൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ അത് നേരെ ചാർജ് കഴിയും. നമുക്കിവിടെ ഒരു ലൈറ്റ് കത്തും, അതിൻ്റെ അർത്ഥം അത് ചാർജ് കയറുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ 12 വോൾട്ടിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, നമ്മുടെ അഡാപ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള USB പോർട്ടാണ്. പിന്നെ ഇത് USB മീഡിയ പ്ലെയർ വർക്ക് ചെയ്യും, നമുക്ക് പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ ഉള്ള സ്വിച്ചാണ് വരുന്നത്. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇത് ഗിയർ ഡയലാണ്. ഗിയർ ഡയൽ എന്ന് പറയുന്നത് ഇതിന് 3 സ്വിച്ചേ ഉള്ളൂ. ഡ്രൈവ്, ന്യൂട്രൽ, പിന്നെ റിവേഴ്സ്. അപ്പോൾ ഈ 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ പിന്നെ ജസ്റ്റ് പാർക്ക്. അത് പിന്നെ റിവേഴ്സ് ആണെങ്കിൽ തന്നെ ഞാൻ പറയാൻ മറന്നു. റിവേഴ്സിൻ്റെ ക്യാമറയാണെങ്കിലും അത്ര മോശം ക്യാമറയല്ല, നല്ല ഒരു ക്യാമറയാണ് ഇത് വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ കയ്യിലൊരു സെഡോന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ പോലും അത്രയും നമുക്ക് ഒരു ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുകയും നമുക്ക് പിന്നെ കോൺട്രാസ്റ്റ് കൂട്ടുകയൊക്കെ ചെയ്യാം. കുറേ പരിപാടികളുണ്ട്. അപ്പം
ഓക്കെ, പിന്നുള്ള സ്വിച്ചാണ് നമ്മുടെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഉള്ള സ്വിച്ച്. പിന്നെ സീറ്റിൻ്റെ ഹീറ്റും ഇതാണ് സ്വിച്ച്. നമുക്ക് വിൻ്ററിലൊക്കെ സീറ്റ് ചൂടാക്കിയിടാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് സീറ്റ് കോൾഡ് ആക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് സീറ്റ് കൂളായി കിടക്കും നമ്മൾ സമ്മറിലൊക്കെ വന്ന് വണ്ടിയിലോട്ട് കയറുമ്പോഴത്തേക്ക്. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡ്രൈവ് മോഡ് ഞെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പം ഈക്കോയിലാണ്, നോർമലിലാണ് കിടക്കുന്നത്. വീണ്ടും സ്പോർട്ട് മോഡുണ്ട്. അപ്പോൾ ഇത് 0 to 100 എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് 7.2 seconds ആണ് ഇവർ കമ്പനി പറയുന്നത്. പിന്നുള്ളത് ഈക്കോ മോഡ്. അങ്ങനെ മൂന്ന് മോഡാണ് ഉള്ളത്. പിന്നുള്ള സ്വിച്ച് എന്ന് പറയുന്നതാണ് ഓട്ടോ ഹോൾഡ്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അതായത് ഇപ്പം നമ്മൾ ഹില്ലിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഹോൾഡിൽ പ്രസ് ചെയ്താൽ വണ്ടി ഇതൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്തും. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഹീറ്റ്, അതായത് വിൻ്റർ ആയതുകൊണ്ട് ഇവിടെയൊക്കെ വിൻ്റർ നല്ല പോലെ ഉള്ളതുകൊണ്ട് സ്റ്റിയറിങ്ങിൻ്റെ ഹീറ്റാണ്, സ്റ്റിയറിംഗ് ഹീറ്റാക്കാനുള്ള സ്വിച്ചാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ഒരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും ആവും, നമുക്കിങ്ങനെ കൈ വെക്കാം. പിന്നെ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ മിററിലുള്ള 3 സ്വിച്ചുകളാണ്. ഇത് നമ്മുടെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കമ്പനിയെ വിളിക്കാനുള്ള ഒരു സ്വിച്ചാണ്. ഇതിൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ നേരെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഇവർ കോൾ ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ ഇത് നമ്മുടെ നാവിഗേഷൻ, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞെക്കിയാൽ ഇത് നമുക്ക് പറയാം, നമ്മുടെ സ്ഥലം പറഞ്ഞു കൊടുത്താൽ അത് ക്യാച്ച് ചെയ്ത് അവർ നമുക്ക് നാവിഗേഷൻ കാണിക്കും. പിന്നെയുള്ള 3ാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് SOS സ്വിച്ചാണ്. അതായത് എമർജൻസി, ഇത് നമുക്കിപ്പം എന്തെങ്കിലും ഒരു എമർജൻസി വരണം, അതിൽ ഞെക്കി കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് കോൾ പോകും. അത് 3 സ്വിച്ചുകളാണ് വരുന്നത്. പിന്നെ വരുന്നത് നമുക്കൊരു ഗ്ലാസ് വെക്കാനുള്ള ഒരു ഇതുണ്ട്, കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ്, വണ്ടി ഫുള്ള് ലൈറ്റ് ഓണായി കിടക്കും. ലൈറ്റ് ഓൺ ആക്കാനുള്ള സ്വിച്ചാണ്. പിന്നെ ഇത് ഡോറ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, മീൻസ് ഡോർ തുറക്കുമ്പോൾ ലൈറ്റ് കത്താനും ഓഫാക്കാനുള്ള സ്വിച്ചുകൾ, ലൈറ്റ് ഇത്. പിന്നെ ഇത് സൺറൂഫിൻ്റെ സ്വിച്ചാണ് വരുന്നത്. സൺറൂഫ് ഫുള്ള് തുറക്കും, നല്ല ഒരു വ്യൂ ആണ്. പിന്നെ ഇത് നമ്മുടെ സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് വരുന്നത് 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ 2, പിന്നെ സൈഡിലൊക്കെ നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞതാണ് നമ്മുടെ ലെയിൻ ഡിപ്പാർച്ചറും, മീൻസ് ലെയിൻ അസിസ്റ്റൻറ്റും, പിന്നെ ഹിൽ ഹോൾഡറും, പിന്നെ ഇമ്മൊബിലൈസർ, അങ്ങനെ കുറേ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ സേഫ്റ്റിയിൽ ഇവർ തരുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ലെതർ. നല്ല ക്വാളിറ്റി ലെതറാണ് എന്തായാലും കിയ ഈ പ്രാവശ്യം സോളിന് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിലുള്ള ഒരു ഫിനിഷിംഗ് അല്ല, ഇച്ചിരിയുടെ ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും പ്രൈസ് കൊടുത്ത് മേടിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു ഇച്ചിരി ക്വാളിറ്റിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തായാലും കിയ ഈ പ്രാവശ്യം. പിന്നെ നമുക്കിത് എടുത്തു പറയേണ്ട ഒരു സംഭവം പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. ശരിക്കും ഒരു ചെറിയൊരു SUV ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകളും നമ്മുടെ ബാക്ക് സപ്പോർട്ട്. അത് പക്ഷേ നമ്മുടെ പാസഞ്ചർ സൈഡിൽ ഇത് വരുന്നില്ല, ഈ ഒരു ബാക്ക് സപ്പോർട്ട് വരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ബാക്ക് സൈഡ് മുമ്പോട്ട് പുറത്തോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിനെനിക്ക് വിഷമമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെമ്മറി സീറ്റ് അല്ല. അതുകൂടെ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു മെമ്മറി സീറ്റും കൂടെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതൊരു വലിയ ഫോൾട്ടല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു ആഗ്രഹമാണത് പറയുന്നത്. ഇതാണ് ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത്. അപ്പം നല്ല അത്യാവശ്യം നല്ല ലെഗ് റൂം സ്പേസ് ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ കാലങ്ങനെ നൂത്തങ്ങനെ വിശാലമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നമുക്ക് നേരെ ഇരുന്ന് ഇങ്ങനെ പോകാൻ പറ്റും. അത്ര കുഴിഞ്ഞ് കിടക്കുകയല്ല സീറ്റ്. നമുക്കൊരു ചെറിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു SUV ഇരിക്കുന്ന ഒരു ഫീല് കിട്ടും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് സ്വിച്ച് ഉണ്ട്. നമ്മുടെ ബാക്കിലത്തെ സീറ്റ് ഹീറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. അപ്പം അതൊരു നല്ല ഫീച്ചറാണ്. ഇപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളും ഒക്കെ രാത്രിയിൽ ഇങ്ങനെ കത്തും, നമ്മുടെ ഒരു മ്യൂസിക്കിനനുസരിച്ച് പിന്നെ ഇവിടെ ഒരു USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബമ്പ് വരുന്നുണ്ട്. ബമ്പെന്ന് പറഞ്ഞാൽ ചെറിയ ഒരെണ്ണമാണ്. അപ്പോൾ ഒരു 3 പേർക്ക് നമുക്ക് നടുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കാരണം അത്ര ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. കാരണം ശരിക്കും ബാറ്ററിയായിട്ട് ഇവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം താഴെ ബാറ്ററി പാക്ക് വരുവാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയൊരു ബമ്പാണ് അത് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നിസാൻ ലീഫിനൊക്കെ നല്ലപോലെ ഒരു ബമ്പാണ് അവിടെ വരുന്നത്. നിസാൻ ലീഫിനും കോനയ്ക്കും ഒരു നല്ല ബമ്പാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണ്. പക്ഷേ ഇതിന് 3 പേർക്ക് ഇരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഒരു മെയിനായിട്ട്. നല്ലൊരു ഷോൾഡർ വിഡ്ത്താണ് ശരിക്കും, സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ സീറ്റ്സ് എല്ലാം ഫോൾഡ് ചെയ്യാം. എല്ലാ സീറ്റ്സും നമുക്ക് ഫോൾഡ് ചെയ്യാം. കാണിച്ചാൽ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ട്രങ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു എക്സ്ട്രാ സ്പേസാണ്. നമുക്കിപ്പം ലഗേജ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്പേസ് നമുക്ക് ഇവിടെ വെക്കാം. ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അത് മടക്കി ഊരി മാറ്റി വെക്കുകയും ചെയ്യാം. അത്ര മാറ്റി വെച്ചാൽ നമുക്ക് അത്രയും കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു സ്പേസ് മാനേജ്മെൻറ്റിനുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ.
അപ്പം നമുക്ക് ഈ സ്പേസും ആണെങ്കിൽ വേണമെങ്കിൽ പോലും നമുക്കിതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പേസും ആണെങ്കിലും നമുക്ക് അത്രയും യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഇതിലൂടെ സ്റ്റെപ്പിന് വരുന്നില്ല. സ്റ്റെപ്പിന് ഇപ്പോൾ അതിനുശേഷം ഞാനിത് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക വണ്ടികൾക്കും സ്റ്റെപ്പിനെയോ അവർ നമ്മുടെ ഈ വണ്ടി പൊക്കാൻ ജാക്കിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അതിന് പകരം അവർ തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു പഞ്ചർ കിറ്റാണ്. അതായത് നമ്മുടെ ഒരു ഫ്ലൂയിഡാണ് തരുന്നത്. അത് ജസ്റ്റ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നേരെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് വിളിക്കുക, നമ്മൾ പോവുക. അത് പിന്നെ ഒരു ചെറിയ ഒരു പമ്പ് അവർ തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. നമ്മൾ വണ്ടി കാറ്റടിക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു പമ്പ് അവർ തരുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു പമ്പാണ്. പക്ഷേ എന്നാലും ജാക്കിയും സ്റ്റെപ്പിനെയും അവർ കൊടുക്കാത്തൊരു വിഷമം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനോട് വരുന്നതാണ് ഒരു എക്സ്ട്രാ ഒരു 3 ബോൾട്ട് തരുന്നുണ്ട് വീലിന് വേണ്ടിയിട്ട്. പിന്നെ വീൽ സെക്യൂരിറ്റി കീ ആണ് വരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിലേ നമുക്ക് വീലുകളെല്ലാം ഓപ്പൺ ചെയ്യാനൊക്കത്തുള്ളൂ. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് ഇത് പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്പേസ് എന്ന് പറയുന്നത്. നല്ല സ്പേസാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ഡ്രസ്സർ പോലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. നല്ലപോലെ ഫിറ്റ് ചെയ്യും. അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത്രയും ഒരു സ്പേസായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഈ വണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് കിയ സോൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ ക്രൂസ് കൺട്രോളിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. അത് റീജിയൻ സ്വിച്ചാണ്. അപ്പം നമുക്ക് അതിൽ ഓട്ടോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്കത് കൂട്ടാം. നമുക്ക് കൂട്ടി കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യും. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ ബ്രേക്കിലൊന്നും ചെയ്യണ്ട. അപ്പം നമ്മുടെ ചാർജ് കയറിക്കൊണ്ടിരിക്കും. അത്ര വലിയ എമൗണ്ട് കയറത്തില്ലെങ്കിൽ പോലും കുറച്ചൊരു എമൗണ്ട് നമുക്ക് ചാർജ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ ബ്രേക്ക് പാഡ് മാറുന്നതിൻ്റെ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി ഒഴിവാക്കാം. അത്ര പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ബ്രേക്ക് പിടിക്കുകയും ചെയ്യാം. അത് മിക്കപ്പോഴും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് റേഞ്ചും കൂടുതൽ കിട്ടും. നമ്മുടെ ബ്രേക്ക് പാഡിന് അത്ര ക്ഷതം സംഭവിക്കത്തില്ല. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നെ നമുക്ക് ടയർ പ്രഷർ എല്ലാം കാണാം. 4 ടയറിൻ്റെയും പ്രഷർ കാണാനുള്ള ഇതുണ്ട്. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. പിന്നെ വരുന്ന പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ സ്പോർട്ട് മോഡിലിട്ടാൽ നല്ല ഒരു ഭയങ്കര ടോർക്ക് കിട്ടും നമുക്ക്. അത് നമുക്ക് നോക്കാം. ആരെങ്കിലും നമുക്ക് റേസ് ചെയ്യാൻ കിട്ടുമോ നോക്കാം. കാരണം അവർ ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കാർ അങ്ങ് ദൂരെ ചെല്ലും. ഒരു ഭയങ്കര ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സ്പോർട്ട് മോഡിലിട്ടാൽ ഉള്ള സ്പീഡ് ടോർക്ക് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പതുക്കെ ഇപ്പോൾ കിടക്കുന്ന ഇപ്പോൾ ഞാൻ സ്പോട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലെ കാറുമായിട്ടുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ നോക്കുന്നത്. കൊടുത്ത് അവരങ്ങ് കിടക്കുന്നേ ഉള്ളൂ. അത്രയും കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ദൂരം കവർ ചെയ്തു. ഇനിയും ഇതൊക്കെ മോഡ് മാറ്റാം. നമ്മളിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ വേണ്ടി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാരും അങ്ങനെ എപ്പോഴും ചെയ്യരുത്. നമുക്കൊരു സേഫായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ വണ്ടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെസ്റ്റിന് വേണ്ടി മാത്രമേ ചെയ്യാം. പിന്നെ ഒരു പെട്ടെന്നൊരു ടോർക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം സ്പോർട്ട് മോഡിൽ ഇട്ടാൽ മതി. സ്പോർട്ട് മോഡ് ഇച്ചിരി അഗ്രസീവാണ് ഡ്രൈവിങ്. ഇപ്പം ആ വണ്ടി അവിടെ കിടക്കുന്ന പെട്ടെന്ന് മുമ്പിലൊരു ഇത് വന്നതിൻ്റെയാണ് അലാറം അടിച്ചത്. ഒരു ഫോർവേഡ് കൊളീഷൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്കൊരു 10% ഇൻഷുറൻസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കിട്ടും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ BC-യിൽ ബാക്കിയുള്ള സ്റ്റേറ്റിൽ എനിക്കറിയില്ല. ഓക്കെ, നമ്മളിപ്പം ഇനിയിപ്പോൾ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ക്രൂസിലിടുകയാണ്. ക്രൂസിലിട്ട് ലൈൻ അസിസ്റ്റൻറ്റ് ഞങ്ങൾ നോക്കാം. ഞാനിപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയും ചുമ്മാ ഇരിക്കാം. ഞാൻ ബ്രേക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. വളമൊക്കെ വരുവാണെങ്കിലും തന്നെ വളമൊക്കെ തിരിയും. ഇതിന് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളർ ആയതുകൊണ്ട് ഫ്രണ്ടിലുള്ള വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് അത് മൂവ് ആവും. പക്ഷേ ടെസ്ലയുടെ അത്രയും ടെക്നോളജി ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു ടെക്നോളജിയാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ.
ഫ്രണ്ടിൽ ആ വണ്ടി പോകുന്നതുകൊണ്ടാണ് ഇപ്പം ഇതൊരു 75 ഇപ്പോൾ നമ്മൾ 80-ലാണ് സ്പീഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്പീഡ് 80 ആണ്. അപ്പം ആ ഒരു വണ്ടി പോകുന്നതുകൊണ്ട് ഇപ്പോൾ അത് കുറച്ച് ആ സ്പീഡ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ബ്രേക്ക് ഔട്ടിട്ടില്ല, നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മളിത് ഇതിൻ്റെ ഹുഡ് തുറന്നു പോകുന്ന അകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് എഞ്ചിനൊന്നും ഇല്ല, അറിയാമല്ലോ, ഇത് മൊത്തം ഇലക്ട്രിക് വെഹിക്കിളാണ്. അപ്പോൾ എഞ്ചിനൊന്നും ഇല്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഇത് നമുക്ക് ഊരാവുന്നതാണ്. ഇത് നമുക്ക് അതിൻ്റെ ഒരു ഇൻവെർട്ടറോ അങ്ങനെ എന്തൊക്കെയോ ഒരു സിസ്റ്റങ്ങളാണ്. ഇതൊന്നും എഞ്ചിനൊന്നും അല്ല, ജസ്റ്റ് മോട്ടറാണ് വണ്ടി ഫുള്ള്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓയിൽ മാറുക അങ്ങനെയുള്ള യാതൊരുവിധ കലാപരിപാടികളും ഇല്ല. പിന്നെ ഇതിനടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് 2020 കിയ സോൾ ലിമിറ്റഡിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹീറ്റ് പമ്പ് ടെക്നോളജിയാണ്. അപ്പോൾ അത് പ്രീമിയത്തിൽ വരുന്നില്ല, പിന്നെ ടെസ്ല മോഡൽ 3യിൽ വരുന്നില്ല, അങ്ങനെ കുറേ വണ്ടികൾക്ക് വരുന്നില്ല. അപ്പം നമ്മളൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഹീറ്റ് പമ്പ് ടെക്നോളജി ഉള്ള ഒരു വണ്ടി എടുക്കാൻ ശ്രമിക്കുക. കാരണം അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഹീറ്റ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും, പമ്പ് തന്നെ. കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ ഹീറ്റ് എടുത്തിട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പം അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വിൻ്റർ ആകുമ്പോഴത്തേക്കും നമ്മുടെ കിലോമീറ്റേഴ്സ്, അതായത് റേഞ്ച് ഒട്ടും താഴെ പോകത്തില്ല. അപ്പോൾ അതൊരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആൽബർട്ട, ടൊറൻറ്റോ അങ്ങനെയൊക്കെയുള്ള തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും ഹീറ്റ് പമ്പ് ടെക്നോളജി ഉള്ള വണ്ടികൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പം അതുള്ളത് കൊണ്ട് ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം ഒരിക്കലും നമുക്ക് റേഞ്ചിൻ്റെ പേരിലൊരു പ്രോബ്ലം വരുന്നില്ല. അപ്പം എപ്പോഴും അത് നോക്കി ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കണ്ടാണ് 2020 കിയ സോളിൻ്റെ ലിമിറ്റഡ് എഡിഷൻ. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 53,740 ഇതിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതായത് PDI, അതിനകത്ത് ഇനി എക്സ്ട്രാ PDIയും പിന്നെ ടാക്സും പിന്നെ ഡോക്യുമെൻറ്റേഷൻ ഫീ ഒക്കെ എക്സ്ട്രാ വരും. അപ്പോൾ ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 44,490 ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ പ്രൈസ് വരുന്നത്, പ്ലസ് ടാക്സ് ആൻഡ് ഇത് വരുന്നത്. അപ്പോൾ പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിബേറ്റ്സിനെ പറ്റിയാണ്. അതായത് ഗവൺമെൻറ്, ഇവിടുത്തെ BC ഗവൺമെൻറ്റും കാനഡ ഗവൺമെൻറ്റും ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കാരണം ഇപ്പം BC ഹൈഡ്രോ ആണെങ്കിൽ പോലും ഒരുപാട് സ്ഥലത്ത് ഇലക്ട്രിക് സ്റ്റേഷൻസ്, അതായത് ചാർജിങ് സ്റ്റേഷൻസ് ഫ്രീ ആയിട്ട് വെച്ച് തരുന്നുണ്ട്. ഒരു കൂടുതൽ സ്റ്റേഷൻസ് ഇനിയിപ്പം ഈ വർഷം തന്നെ ഏകദേശം ഒരു 100-300ഓളം സ്റ്റേഷൻസ് നമ്മുടെ ഈ ലൊക്കേഷനിൽ വരാൻ പോകുന്നതാണ് ഞാൻ കേട്ടത്. അപ്പം അതുകൂടാതെ റിബേറ്റ്സ് അപ്പോൾ നമുക്ക് ഫെഡറൽ ഗവൺമെൻറ് നമ്മുടെ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് $5,000, പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് അതായത് BC ഗവൺമെൻറ് $3,000. അപ്പം നേരത്തെ ഈ രണ്ടുപേരും 5,000 ടോട്ടൽ 10,000 തരുമായിരുന്നു. ഇപ്പോൾ അത് 8,000 മാത്രമേ ഉള്ളൂ. അത് കാരണം കൂടുതൽ ആൾക്കാർ ഇലക്ട്രിക് വണ്ടികളിലേക്ക് വരുന്നുണ്ട്. അപ്പം പ്രൊമോഷൻ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ഇയർ നമുക്ക് എത്ര കിട്ടും നമുക്ക് അറിയാം. എന്തായാലും ഇപ്പോൾ നമുക്ക് 8,000 അവർ തരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ സ്ക്രാപ്പ് ഇറ്റ് BC പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. അതായത് നിങ്ങളുടെ ഒരു പഴയ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് എത്ര വില കുറവുള്ള വണ്ടിയാണ്, എത്ര ഓടാത്ത വണ്ടിയാണെങ്കിൽ പോലും, ഓടുന്ന കണ്ടീഷനുള്ള വണ്ടിയാണെങ്കിൽ അവർ നിങ്ങൾക്ക് $6,000 അതിൻ്റെ സ്ക്രാപ്പ് ഇറ്റ് BC പ്രോഗ്രാമിൽ നിങ്ങളൊരു ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതൊരു നല്ല ഇതാണ്. അപ്പോൾ ആരെങ്കിലും പഴയ വണ്ടി നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഗവൺമെൻറ്റായിട്ട് സ്ക്രാപ്പ് ഇറ്റ് BC ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ $6,000 ടോട്ടൽ നിങ്ങൾക്ക് $14,000 നിങ്ങൾക്ക് ഡിഡക്ഷൻ ചെയ്ത് കിട്ടും. അപ്പം ഇതൊക്കെയാണ് നമ്മളിന്ന് കണ്ട കാര്യങ്ങൾ. അപ്പം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ എന്നോട് കോൺടാക്ട് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും പുതിയ വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് റിവ്യൂ ചെയ്തോളാം. അപ്പം നമുക്ക് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും നല്ലപോലെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ വെളിയിലുള്ള എങ്ങനെയെങ്കിലും പുതിയ വണ്ടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡ് ഉടനെ തന്നെ കാണാം. അപ്പം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു നെക്സ്റ്റ് ടൈം. സ്റ്റേ വിത്ത് ഫാമിലി മാൻ. താങ്ക് യു.